അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത് ഹംപി എന്ന് പറയുന്ന ഒരു മഹാനഗരത്തിലേക്കാണ്. ഹംപി എന്നുള്ളത് പണ്ടത്തെ പേരല്ല, അത് ഇന്നത്തെ പേരാണ്. ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ദൂദ്സാഗർ എന്ന വാട്ടർഫാൾ ഇപ്പം നിങ്ങൾക്കത് കാണാം. ഈ വാട്ടർഫാളിൻ്റെ ഒരു അടുത്തു കൂടിയാണ് ഈ ട്രെയിൻ പോകുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടവും ഇതെല്ലാം കണ്ടുകൊണ്ട് കാടിൻ്റെ നടുവിലൂടെ നമുക്ക് പോകാം. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ കോഴിക്കോടിൽ നിന്നും ഗോവ വഴി, ഗോവയിൽ നിന്നും നേരെ ഹംപിയിലേക്കാണ്. ഇപ്പോൾ ഇവിടെ ഹംപിയിലേക്ക് എത്തിയിരിക്കുന്നു. ഗോവയിൽ നിന്നും പോകുമ്പോഴാണ് നമ്മൾ ആ കാടിൻ്റെ നടുവിലൂടെയും പിന്നെ ആ വെള്ളച്ചാട്ടവും ദൂദ്സാഗർ എന്ന വെള്ളച്ചാട്ടവും എല്ലാം കാണാൻ പറ്റുക. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ നിൽക്കുന്ന ഈ ഹോട്ടൽ മല്ലികി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇതൊരു 3 സ്റ്റാർ കാറ്റഗറി ഹോട്ടലാണെങ്കിലും ഒരു 4 സ്റ്റാറിൻ്റെ ഗമയുള്ളൊരു ഹോട്ടൽ തന്നെയാണിത്. വളരെ നല്ല സൗകര്യവും മറ്റുമുള്ള ഒരു ഹോട്ടലാണിത്. ഇത് ശരിക്കും ഞങ്ങൾ നിൽക്കുന്നത് ഹൊസാപ്പെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഹംപിയിലേക്ക്. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു കാറോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയോ വിളിച്ചിട്ട് ഹംപിയിൽ പോയി അവിടെ എല്ലാം ചുറ്റിയിട്ട് വരാം. അപ്പം ഞങ്ങളൊരു ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ടാക്സി ഹയർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോയി കംപ്ലീറ്റ് കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വരാം എന്നുള്ളതായിരുന്നു. അതെല്ലാം ഞാൻ കോഴിക്കോട് തന്നെ എല്ലാം ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ഇതാണ് ഞങ്ങളുടെ മുറി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറിയാണ്. ഈ യാത്രയിൽ എൻ്റെ കൂടെ ആദിഷും ധനുഷും ഉണ്ട്. ക്യാമറ കൈകാര്യം ചെയ്യുന്നപ്പോൾ ധനുഷാണ്. ഇതാണ് നമ്മുടെ മുറി വരുന്നത്. അത്യാവശ്യം നല്ല മുറിയാണ്. ധനുഷ ക്യാമറയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു വീഡിയോസ് എല്ലാം. ഹംപി എന്ന നഗരത്തെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് ഇതിൻ്റെ പേര് വിജയനഗര എന്നും പറയപ്പെട്ടിരിക്കുന്ന ഒരു നഗരമാണ്. ഇത് ഞങ്ങൾ അവിടുത്തെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു കാഴ്ചയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനത്തെ ഹോട്ടലുകളെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിന് വേറൊരു പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാമാണ് അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ. ഇഡലി എല്ലാം, വട ഇതെല്ലാം ഉണ്ട്. ഹംപി എന്ന് പറഞ്ഞാൽ കർണാടക ഭാഗത്തായതിനെ കൊണ്ട് നമ്മളെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ അധികം കിട്ടും. പക്ഷേ ചോറ് പോലുള്ള സാധനങ്ങൾ നമുക്കധികം കഴിക്കാൻ പറ്റില്ല. കാരണം അത് അധികം പച്ചരി ആയിരിക്കും. എങ്കിലും അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഇനി മുഴുവൻ ഹംപിയിലൂടെയും അത് കഴിഞ്ഞാൽ പിന്നെ തുംഗഭദ്ര ഡാമും കൂടി കാണാം എന്നൊരു ഇതാണ്. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു മരത്തിന് ചുറ്റും ഇങ്ങനെ ഒരു മാലയെല്ലാം ഇട്ട് ഒരു പ്രാർത്ഥന ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കീ കൊടുത്ത് ചെക്കൗട്ട് ചെയ്യുന്നു. ഹംപി പണ്ടത്തെ വലിയൊരു രാജഭരണം നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ വളരെ ധനികരായ അല്ലെങ്കിൽ ധനം കൊണ്ട് ശരിക്കും മൂടിക്കിടന്ന ഒരു സ്ഥലം. അവിടെ പിന്നീട് ഒരു കലാപമെല്ലാം ഉണ്ടായി അവിടുത്തെ എല്ലാ ധനമെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ യാത്രയിൽ നേരെ ഇപ്പോൾ പോകുന്നത് ഹംപിയിലെ ഒരു ക്ഷേത്രത്തിലേക്കാണ്. വിരുപക്ഷ ക്ഷേത്രം എന്ന് പറയും. അവിടേക്കാണ് ഇപ്പോൾ നമ്മുടെ യാത്രയിൽ ഉടനീളം നിങ്ങൾക്ക് കാണാം നല്ല പാറക്കെട്ടുകളും മറ്റുമെല്ലാം അവിടെയും ഇവിടെയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ഇതെല്ലാം ഒരു കാലത്ത് ഒരു രാജഭരണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ആ നേരത്തെ കണ്ട ആ ഗോപുരമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അവിടെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ നടന്നു പോകണം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള. നേരെ കാണുന്ന ഈ ഗോപുരം പല ഇൻസ്റ്റാഗ്രാമിലും മറ്റും യൂട്യൂബിലും ഒക്കെയായിട്ട് നിങ്ങൾ കണ്ട ഒരു ഗോപുരം തന്നെയാണ്. ഇതെല്ലാം അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളും മറ്റുമാണ്. കുറേ പഴയ കാലഘട്ടത്തിലെ കൺസ്ട്രക്ഷനാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ പോലെ ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഐഡിയ വെച്ച് സിമൻറ്റോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ
രൂപം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗോപുരം പണിയണമെങ്കിൽ എത്ര പേരുടെ അധ്വാനം അതിലുണ്ടായിരിക്കണം എന്നും നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് ചെരുപ്പ് ഏൽപ്പിച്ച് ഞങ്ങൾ അതായത് ഈ ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. വളരെ വലിയൊരു ഗോപുരമാണത്. ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് ശിവനാണ്. വേണമെങ്കിൽ ഗൈഡിനെ ഉപയോഗിക്കാം. ഗൈഡിനെയും കൊണ്ടുപോയി നമുക്ക് ഇവിടെയെല്ലാം അവരെ ഓരോന്നും എന്താണെന്ന് കാണിച്ചു തരും. ഞങ്ങൾ ഇവിടേക്ക് ഗൈഡിനെ കൊണ്ടുപോയില്ല. നല്ല വിസ്താരമുള്ള ഒരു ക്ഷേത്രമാണത്. വീണ്ടും അകത്തളത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നടന്നെത്തുമ്പോൾ ഇവിടെ ചെറിയൊരു ആൾക്കൂട്ടം കാണാം. അവിടെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. നിങ്ങൾക്ക് ആനയെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആനയ്ക്ക് 3 ഭസ്മം പോലെയെല്ലാം അല്ലെങ്കിൽ ചന്ദനം പോലെയെല്ലാം തൊടിയിപ്പിച്ച് ആനയെ അവിടെ നിർത്തുന്നു. എല്ലാവർക്കും കൗതുകമായൊരു കാര്യം തന്നെയാണ് ഇന്നും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുക, ആനയുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യം. ആ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തുടർന്നു. ചെറിയ നന്ദി വിഗ്രഹങ്ങളും മറ്റുമെല്ലാം ഈ പോകുന്ന വഴിയിൽ കാണാം. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു താഴെ അല്ലെങ്കിൽ താഴോട്ട് ഇങ്ങനെ സ്റ്റെപ്പായി വെച്ച് നമുക്ക് ഒരു ചെറിയൊരു ക്ഷേത്രം പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അകത്തളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അവിടെ ശിവൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. ഷൂട്ട് ചെയ്യാൻ അവിടെ അനുവാദമില്ല. ഞങ്ങൾ വീണ്ടും തിരിച്ചു കയറി. ഈ ഒരു ഹംപി എന്ന് പറയുന്ന ഇന്നത്തെ പേരുള്ള ഈ ഹംപിക്ക് പഴയ കുറേ പേരുകളുണ്ട്. പമ്പ ക്ഷേത്ര, കിഷ്കിന്ദ ക്ഷേത്ര, ഭാസ്കര ക്ഷേത്ര, ഹംപി എന്നും പേരുണ്ട്. ഇവിടെ വിജയനഗര എന്ന് പേര് വരാൻ കാരണം ഒരു വിജയനഗര എംപയർ, അതായത് വിജയനഗര രാജഭരണം നടന്നതിന് ശേഷമാണ് ഇവിടെ വിജയനഗര എന്ന പേര് വരാൻ കാരണം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്. കുളത്തിൻ്റെ എല്ലാം കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് ഞങ്ങളങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ ഈ കുളത്തിൻ്റെ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും ആ നിൽക്കുന്ന ഗോപുരത്തിൻ്റെ ഒരു ഇൻവേഴ്സൽ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഗോപുരം തലകുത്തി വയ്ക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയും കൂടി ആ വെള്ളത്തിൽ പ്രതിബിംബിച്ച് കിടക്കുന്ന കാണാം. അതെല്ലാം കണ്ട് ഞങ്ങൾ അതിൻ്റെ കാഴ്ചകളെല്ലാം എടുത്ത് വീണ്ടും അതിലൂടെ അങ്ങനെ നടത്തം തുടരുന്നു. ഇത് അതിൻ്റെ വേറൊരു ഭാഗമാണ് ഗോപുരത്തിൻ്റെ. ഇവിടെ പലരും ഈ തണലിലെല്ലാം വന്നിരിക്കുന്നു. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് അത്രയ്ക്ക് ചൂടില്ല, എങ്കിലും അത്യാവശ്യം ചൂടുള്ളൊരു സമയമാണ്, മഴക്കാലമാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പാറക്കെട്ടുകൾ പലതും ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ കയറി പോകാം. അവിടെയും ചെരുപ്പ് അനുവദിക്കില്ല. ചെരുപ്പ് പുറത്തിട്ടിട്ട് വേണം, അല്ലെങ്കിൽ ചെരുപ്പ് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലാൻ. ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ് നമ്മൾ. ഇവിടെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ടും ഒക്കെ പോകാം. ഇതുപോലെ പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെരുപ്പിട്ടിട്ട് പോകാം.
ഇവിടെ നിന്നുകൊണ്ട് നല്ല ഒരു കാഴ്ച തന്നെ നമുക്ക് കിട്ടും. ഏകദേശം ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തി. അവിടുന്ന് ചെറിയൊരു വീഡിയോ, അവിടുത്തെ മുഴുവനായൊരു കാഴ്ച. വലിയ വലിയ പാറക്കല്ലുകളാണ് അവിടെ. ഇവിടെയെല്ലാം ചൂടുള്ള സമയത്ത് വരികയാണെങ്കിൽ കാല് ശരിക്കും പൊള്ളും. ഇതിപ്പോൾ ഇവിടെ വലിയൊരു ചൂടില്ല, തണുപ്പ് കാലമായതിനെ കൊണ്ടാണ് നമുക്ക് കയറി വരാൻ പറ്റുന്നത്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞും ചെറുതായിട്ടൊരു ചാറ്റൽ മഴയെല്ലാം ചെറുതായിട്ട് വരാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ കഴിയണം വേഗം ഇവിടുന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. ഞങ്ങളങ്ങനെ ഇറങ്ങി വീണ്ടും അവിടുത്തെ കാഴ്ചകളെല്ലാം എടുത്ത് ഇറങ്ങി താഴെ എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഗ്രഹം, അതായത് ഗണപതിൻ്റെ വയറിന് ചുറ്റുമായൊരു പാമ്പ്, ഗണപതിൻ്റെ വയർ ചുറ്റിക്കൊണ്ടൊരു പാമ്പ്. അവിടുന്ന് കയറി ഞങ്ങൾ വീണ്ടും എത്തുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ വിരുപക്ഷ ക്ഷേത്രം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ കയറി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ലക്ഷ്മി നരസിംഹ ടെമ്പിൾ എന്ന് പറയും. ഇവിടുത്തെ ഒരു കാഴ്ച ഇതാണ്. ശിവലിംഗം, വലിയൊരു ശിവലിംഗം വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്ന പോലെ. ഇതാണ് ലക്ഷ്മി നരസിംഹ. ഭയങ്കര ഉഗ്രരൂപിയായ ഒരു നരസിംഹത്തിൻ്റെ തലയും അതിൻ്റെ അടുത്ത് ശരിക്കും ലക്ഷ്മിയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് മുറിച്ച് മാറ്റപ്പെട്ടു. പിന്നീട് ഞങ്ങൾ എത്തുന്നത് ഇവിടെ ശിവൻ്റെ, അതായത് ഒരു ക്ഷേത്രമുണ്ട്. അതായത് അണ്ടർഗ്രൗണ്ട് ക്ഷേത്രമെന്ന് പറയാം. താഴേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത്. അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും അവിടേക്ക്, അതായത് ശിവൻ്റെ ആ ക്ഷേത്രത്തിലേക്കായിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി മുന്നോട്ട് നീങ്ങി. ഇതെല്ലാം പഴയ കാലഘട്ടത്തിലെ നിർമ്മിതികളാണെന്ന് നമ്മളെപ്പോഴും ഓർക്കണം. ഇന്നും അത് വളരെ ഭംഗിയോടുകൂടിയും വളരെ ശക്തിയോടുകൂടിയും ഇന്നും നിലനിൽക്കുന്നു. നമ്മൾ പലതും ഇന്നത്തെ കാലത്ത് പണിയുന്നത് എത്ര കാലം വരെ നിലനിൽക്കുന്നു എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ആ ക്ഷേത്രം. ഇവിടെ ചെറിയൊരു വെള്ളക്കെട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മഴ പെയ്തതിനെ കൊണ്ടാണ്. ആ നേരെ കാണുന്നിടത്താണ് ശരിക്കും ശിവൻ്റെ ലിംഗം ഉണ്ടാവേണ്ടത്. പക്ഷേ ശിവലിംഗം അവിടെ ഇപ്പോൾ ഇല്ല. അവിടെ നന്ദിയുടെ രൂപം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് പോകാനാണെങ്കിൽ നമുക്ക് പറ്റൂല, കാരണം അവിടെ ഫുൾ വെള്ളമായതിനെ കൊണ്ട്. എങ്കിലും ഞങ്ങൾ അവിടെ കംപ്ലീറ്റ് ഒന്ന് ചുറ്റി വേറെ എന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്നറിയാൻ വേണ്ടി. പക്ഷേ അങ്ങനെ കാര്യമായിട്ട് അവിടെ വലിയ കാഴ്ചകളൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ കാറിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. ഈ യാത്ര തുടരുമ്പോഴെല്ലാം ഓരോ ഭാഗത്തും ഇതേപോലത്തെ, അതായത് അന്നത്തെ രാജഭരണത്തിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ, അന്നത്തെ കലാപത്തിന് മുന്നേ ഉള്ള എല്ലാ അവശിഷ്ടങ്ങളും ഒക്കെ അവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ലോട്ടസ് മഹൽ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇതൊരു ചെറിയ പാർക്കും പിന്നെ ചെറിയൊരു ആൾക്കാർക്ക് ഇരുന്ന് ഉല്ലസിക്കാനുള്ളൊരു സ്ഥലവും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ. ഇതാണ് ആ ലോട്ടസ് മഹൽ. ഇതും വിജയനഗരം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായ എന്ന് പറഞ്ഞ അദ്ദേഹം പണിത മഹളാണ്. വീണ്ടും ഞങ്ങൾ യാത്ര തുടരുന്നു. ശരിക്കും ആ ഒരു ലോട്ടസ് മഹൽ പണിതത് ഇദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരിൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ കാലത്തെ ഒരു എയർ കണ്ടീഷൻ രീതിയിലൊക്കെയാണ് ഈ ലോട്ടസ് മഹൽ പണിതത് എന്നാണ് അവിടുന്ന് കിട്ടിയൊരു അറിവ്. വീണ്ടും ഞങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു. ഇവിടെ ഇങ്ങനെ ഓരോരോ കാഴ്ചകളുണ്ട്. ഇതെല്ലാം അന്നത്തെ വിജയനഗരത്തിൻ്റെ ഭാഗപത്രങ്ങൾ അല്ലെങ്കിൽ ബാക്കി പത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോഴും യുനെസ്കോ ഹെറിറ്റേജ് ആയിട്ടുള്ളൊരു ഇതായതിനെക്കൊണ്ട് ഈ യുനെസ്കോ ഹെറിറ്റേജ് ആകുമ്പോൾ യുനെസ്കോവിൻ്റെ കീഴിൽ വരുന്ന ഒരു സാധനം ഒരിക്കലും പുതിയതായി ഒന്നും വെച്ച് ഏച്ചി കെട്ടാൻ പാടില്ല. അതായത് പുതിയതായിട്ട് ഒന്നും വെച്ച് കൂടുതലായിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല.
ഉള്ളത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ദൂരെ ഇങ്ങനെ പല രൂപത്തിലുള്ള പാറക്കെട്ടുകളും മറ്റും നമുക്ക് കാണാം അവിടെ നിന്നുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തുന്നത് ഇങ്ങനെയൊരു സ്ഥലത്തേക്കാണ്. ഇത് ഒരു മ്യൂസിയമാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയില്ല. പുറമേ തന്നെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കൗതുക വസ്തുക്കളെല്ലാം, അതെല്ലാം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കുഴിച്ചെടുത്തതായിരിക്കാം. അതിവിടെ ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുമ്പോൾ ഞങ്ങൾ അടുത്ത ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും ഉള്ളോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് ചെരുപ്പ് അഴിച്ച് വെക്കണം. കാര്യമായി ഹംപിയിൽ ഇതേപോലെ ക്ഷേത്രങ്ങളും മറ്റുമാണ് കാണാനുള്ളത്. പക്ഷേ അതെല്ലാം ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് യുനെസ്കോ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇന്നും ഇത് നിൽക്കുന്നത്. ഈ കൊത്തുപണികളും മറ്റുമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അന്നത്തെ കാലത്തെ അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള കൊത്തുപണികളാണ്. പുറത്തത്ര ചൂടുണ്ടെങ്കിൽ ഉള്ളിൽ കയറിയാൽ നല്ല തണുപ്പുമാണ്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പലരും ഇവിടെ വരുന്നുണ്ട് ഹംപി. കാരണം ഹംപി ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരു ടൂറിസ്റ്റ് സ്ഥലമായി മാറിയിരിക്കുന്നതാണല്ലോ. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല വരുമാനവും വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി നടക്കുന്നുണ്ട് അവർ. കാരണം ഇവിടെ ഇന്ത്യക്കാർ മാത്രമല്ല വിദേശീയരും വരുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴും കുറച്ച് വിദേശീയരെ കണ്ടു. ഇത് ആ ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള മതിൽക്കെട്ടുകളാണ്. അതിൻ്റെ മുകളിലും കുത്തുപണികളും മറ്റുമെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും ആദിഷും ധനുഷും കൂടി ഇങ്ങനെ വീണ്ടും ഞങ്ങളുടെ ഹംപിയിലുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ തൂണിനും കൊത്തുപണികളോട് കൂടിയിട്ടാണ്. വെറുതെ ഒരു തൂണ് വെക്കുക അല്ലെങ്കിൽ അത് വെറുതെ അവിടെ ഒരു അലങ്കാരമില്ലാത്തൊരു വസ്തുവായിട്ട് അവിടെ വെക്കുകയൊന്നുമല്ല. ഓരോന്നിനും ഓരോ രീതിയിലുള്ള കൊത്തുപണികളും കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് അവരത് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് അന്നത്തെ ആർക്കിടെക്ചർ ഒരു ശരിക്കും ഭയങ്കര ഒരു കഴിവായിട്ട് തന്നെ നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഇത്രയും ടെക്നോളജി എല്ലാം വളർന്നിട്ടും നമുക്ക് ഇതുപോലെ ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കാം. പക്ഷേ ഇത്രയും കാലം അത് നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റില്ല എന്ന് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം. വീണ്ടും ഞങ്ങൾ കാറിൽ കയറി മുന്നോട്ടേക്കുള്ള യാത്രയാണ്. നമ്മൾ അടുത്ത് പോകുന്നത് റാണി, അതായത് ഇവിടുത്തെ രാജാവിൻ്റെ രാജ്ഞിമാരെല്ലാവരും കുളിച്ചിരുന്ന ഒരു അന്തഃപുരം, അവിടേക്കാണ് നമ്മൾ അടുത്ത യാത്ര. ആ കാണുന്നതാണ് അവരുടെ ശരിക്കും പറഞ്ഞാൽ കുളിമുറി അല്ലെങ്കിൽ കുളിക്കുന്ന സ്ഥലം. എല്ലാം വളരെ ആർക്കിടെക്ചറൽ രീതിയിലും എല്ലാം വളരെ ബൃഹത്കരമായ രീതിയിലൊക്കെയാണ് ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വെള്ളം വന്ന് നിറയുന്ന സ്ഥലം. റാണിമാരും തോഴിമാരും എല്ലാവരും വന്ന് ഇരിക്കുന്ന സ്ഥലം. ഒരു സൈഡിൽ കൂടെ വെള്ളം വരുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ പോകാനുള്ള വഴിയുണ്ട്. അതിൽ കാഴ്ചകളെല്ലാം പകർത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്രയായി. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു ഹോട്ടലിൽ കയറുന്നതാണ്. ഇതാണ് ഹോട്ടൽ. വെജിറ്റേറിയൻ ഫുഡായിരുന്നു.
പക്ഷേ എങ്കിലും പച്ചരി ആണ് അവിടുത്തെ മെയിൻ അരി. ഭക്ഷണം കഴിച്ച ശേഷം ഇനി ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് വിഠ്ഠല ടെമ്പിൾ എന്ന് പറയും, അതായത് മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രത്തിലേക്കാണ്. അവിടേക്ക് കാർ ഒരു പരിധി വരെ പോകുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഷെയർഡ് ഓട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാനുണ്ട് ഷെയർ ചെയ്ത് പോകുന്നത്, അതിൽ കയറി പോകണം. ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 20 രൂപ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ യാത്ര പോവുകയാണ്. നല്ല രസകരമായ യാത്ര തന്നെയായിരുന്നു. കാർമേഘം മൂടിക്കെട്ടി വരുന്നുണ്ടായിരുന്നു. മഴയ്ക്കുള്ളൊരു സാധ്യതയും അവിടെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ എന്നാലും മുന്നോട്ട് യാത്ര പോയി. ഞങ്ങൾ ഇവിടെ പക്ഷേ ഒരു ഗൈഡിനെ കൊണ്ടുവന്നു. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി ഗൈഡിനെ കൂടെ കൂട്ടി. അദ്ദേഹം പറഞ്ഞു തന്നാണ്, ഇത് ഒരു രഥമാണ്. ഇത് ഇവിടുത്തെ രാജാവ് വേറൊരു രാജാവുമായി യുദ്ധം ചെയ്ത്, അല്ലെങ്കിൽ വേറൊരു രാജ്യവുമായി യുദ്ധം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി ഇവിടെയുള്ളവർ നിർമ്മിച്ച ഒരു രഥം. ഇത് മുന്നോട്ട് നീങ്ങില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൗഢി കാണിക്കാനുള്ള ഒരു രഥം പോലെ. അപ്പോഴേക്കും മഴ പെയ്യാനും തുടങ്ങി. എല്ലാവരും ഓരോരോ സ്ഥലത്തേക്ക് ഓടിക്കയറി തുടങ്ങി. ഈ രഥമാണ് നിങ്ങൾ നമ്മുടെ 50 രൂപയുടെ നോട്ടിൽ കാണുക. അങ്ങനെ മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ഇത്ര കാലമായിട്ടും ഇവിടെ ഒരു വിള്ളലോ ഒന്നുമില്ല. മഴ കൊള്ളാതിരിക്കാൻ ഇപ്പോഴും ആളുകൾ കയറിയിരിക്കുന്നത് പഴയ കാലത്ത്, ഏതോ ഒരു കാലത്ത് കെട്ടിപ്പണിത ഈ ക്ഷേത്രങ്ങളുടെ ഓരോരോ ഗോപുരങ്ങളുടെ ഉള്ളിലാണെന്ന് ഒരു കാര്യം. അങ്ങനെ ഞങ്ങൾ മഴ ഒന്ന് തോർന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും അടുത്ത ഗോപുരത്തിൻ്റെ ഉള്ളിലേക്കുള്ള യാത്ര തുടങ്ങി. ഗൈഡ് ഞങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ നമ്മളുടെ കാവൽക്കാരെന്ന് പറയുമല്ലോ, അതുപോലെ ഈ ക്ഷേത്രത്തിന് കാവലായി നിൽക്കുന്ന ആളുകളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ ഭയങ്കരമായിട്ട് പക്ഷിയുടെ കാട്ടത്തിൻ്റെ നാറ്റമുള്ളത് കൊണ്ട് ഞങ്ങളാരും അങ്ങോട്ട് ഉള്ളോട്ട് പോയില്ല. എങ്കിലും അദ്ദേഹം അതെല്ലാം കഴിയണം രീതിയിലെല്ലാം കാണിച്ചു തന്നു. ഇതിൻ്റെ താഴേക്കൊരു അറയുണ്ട്, അതിലൂടെ ഇങ്ങനെ ചുറ്റി നടന്നിങ്ങനെ വരാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട്, ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. കൈ വെച്ചിങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ ഓരോരോ രൂപങ്ങളായിട്ട് തോന്നും. ഒരു പുലിയുടെ രൂപമാണെങ്കിൽ പിന്നെ കൈ കൊണ്ട് വേറെ രീതിയിൽ മറിക്കുമ്പോൾ അതിന് വേറെ രൂപമായിട്ട് മാറും. ഒരൊറ്റ കല്ലിൻ്റെ ഒരൊറ്റ സൈഡിലുള്ള കൊത്തുകൊണ്ട് 3-4 രൂപങ്ങൾ പണിതുണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ. 2 കുതിരകൾ ചാടുന്ന പോലെ, അങ്ങനെ പല രൂപങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് എത്തി. ഞങ്ങളുടെ ഇനി അടുത്തുള്ള യാത്ര എന്ന് പറയുന്നത് തുംഗഭദ്ര ഡാമിലേക്കായിരുന്നു. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡാമാണ് തുംഗഭദ്ര ഡാം. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇപ്പോൾ അങ്ങോട്ടേക്കാണ്. മഴയെല്ലാം തോർന്ന് ഇപ്പോൾ അത്യാവശ്യം വെയിലെല്ലാം വന്ന് ശരിക്കും സന്ധ്യ സമയമാവാനായി. ഇവിടെ ഇങ്ങനെ പലരും ചോളവും മറ്റും എല്ലാം വിൽക്കുന്നുണ്ട്. വഴിക്കച്ചവടക്കാരാണ്. ഇവിടെ വലിയൊരു ബോർഡുണ്ട്, വെൽക്കം ടു തുംഗഭദ്ര ഡാം എന്ന് പറഞ്ഞിട്ട്. ചെറിയൊരു സെക്യൂരിറ്റി ഇതെല്ലാം കടന്നുകൊണ്ട് വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ. ഇവിടുന്ന് ഈ തുംഗഭദ്ര ഡാമിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി പോവില്ല. അതിന് പകരം ഇവിടുന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ ആ ഡാമിൻ്റെ അടുത്ത് വരെ പോകാൻ. ഇവിടെയും മാങ്ങയും മറ്റും എല്ലാം വിൽക്കുന്ന ചെറുകിട കച്ചവടക്കാരുണ്ട്. അവിടെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ തുംഗഭദ്ര ഡാമിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഡാം. ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഡാം തുറന്നിട്ടുണ്ടായിരുന്നു. ആ നേരെ കാണുന്നതാണ് വെള്ളച്ചാട്ടം. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞങ്ങൾ അതിലൂടെ കടത്തി വിട്ടതുമില്ല. ഈ നീളത്തിൽ കാണുന്നതാണ് ഈ ഡാം. വളരെ പഴക്കമാർന്നൊരു ഡാമാണ് തുംഗഭദ്ര ഡാം.
ഈ ഡാമിന് മറ്റൊരു പേരും കൂടിയുണ്ട്, പമ്പാസാഗർ എന്ന് പറഞ്ഞ പേരും കൂടിയുണ്ട്. പിന്നെ ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സിമൻറ്റ് കൊണ്ട് പണിതതല്ല. ആകെക്കൂടെ ഇവിടെ സിമൻറ്റ് കൊണ്ട് പണിയാത്ത 2 ഡാമുകളിൽ ഒന്ന് തുംഗഭദ്ര ഡാമും ഒന്ന് മുല്ലപ്പെരിയാറാണ്. അത് നമ്മുടെ കേരളത്തിലാണ് ഉള്ളത്. ഈ 2 ഡാമുകളാണ് സിമൻറ്റ് ഇല്ലാതെ പണിതിരുന്ന 2 ഡാമുകൾ. ആ ഡാമിൻ്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതേപോലെ ചെറിയ പാർക്കുകളും മറ്റും എല്ലാം കാണാം. ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതേപോലെ പാർക്കുകളെല്ലാം കാണാം. അവിടെ വേണമെങ്കിൽ ഇറങ്ങിയിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ അവിടെ ഉല്ലസിക്കാൻ പോകാം. പക്ഷേ ഞങ്ങൾ തിരിച്ച് നേരെ കാറിലേക്ക് തന്നെ വന്നു. അവിടുന്ന് ഞങ്ങൾ രാത്രിയിലെ ഭക്ഷണത്തിനായിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ കയറുകയാണ്, റെസ്റ്റോറൻറ്റിൽ. കാരണം ഞങ്ങൾക്ക് അധികം നേരം എനിക്ക് ചിലവഴിക്കാനില്ല. തിരിച്ചു വരാനുള്ള ട്രെയിനും അവിടെ ഞങ്ങളുടെ സമയത്തിന് അവിടെ നോക്കിയിട്ട് എത്തണം. നല്ല റെസ്റ്റോറൻ്റാണ്. ഇതെല്ലാമാണ് ഞങ്ങളുടെ ഭക്ഷണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ, ഹൊസാപ്പട്ടെ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. ഹംപിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങേണ്ടത് ഹൊസാപ്പട്ടെ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് വേണം ഹംപിയിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നതും ഹൊസാപ്പട്ടെ റെയിൽവേ സ്റ്റേഷനിലാണ്. നേരെ ഞങ്ങളുടെ വഴി തിരിച്ച് ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്.